ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പച്ചടി തന്നെ ഇവിടെ ഞാൻ തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. ഞാനിവിടെ ഇപ്പം ഒരു മീഡിയം സൈസ് വെള്ളരിയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഈ ഒരു സൈസിലാണ് നമുക്ക് പച്ചടിക്ക് അരിഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഇപ്പം 2 കപ്പ് തൈരും 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ നേരെ ഇരട്ടി തൈര് എടുക്കണം നമുക്ക്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, ഒരു 3 മണി കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നമ്മൾ ചട്നിക്കൊക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം. വെള്ളരി ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പും തൈരും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കായ്മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ താളിപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗൾഫ് നാട്ടിൽ നിന്ന് ഈ തൈര് വെച്ച് എന്ത് ഐറ്റം നമ്മുടെ നാടൻ ഐറ്റം ചെയ്യുന്നേരം തലേന്നേ തൈരെടുത്ത് പുറത്ത് വെക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. കാരണം ഇവിടുത്തെ തൈരിന് തീരെ പുളിപ്പില്ല. അപ്പം നമ്മുടെ നാടൻ ഐറ്റംസിനെല്ലാം മോരുകറിക്കും പച്ചടിക്കൊക്കെ ഒരല്പം പുളിപ്പുണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നാട്ടിലത്രയും പുളിപ്പ് കിട്ടില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.